നിലമ്പൂരിൽ വീട്ടുമുറ്റത്തെത്തി രണ്ടാം ദിവസവും കാട്ടാനയുടെ വിളയാട്ടം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് ആന തകർത്തു. ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ ആന വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. ആനപ്പേടി മൂലം കിടന്നുറങ്ങാൻ പോലും വയ്യാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ. നാളെ വീഡിയോ എടുത്താൽ പ്രോത്സാഹിക്കണല്ലോ, എല്ലാരും കൊടുക്കണില്ല. എന്താ പറയുന്നത്? പോയപ്പോ ആന മറങ്ങുന്നുണ്ട്. അത്ര നേരം അടിച്ചിട്ട് കണ്ടില്ല. ഒരു പേടി എന്താ അങ്ങോട്ട് പോകാൻ മതി. അറിയുന്നല്ല. നിലമ്പൂർ പാലക്കയം ആദിവാസി നഗറിലാണ് കാട്ടാന എത്തിയത്. തുടർച്ചയായ രണ്ടാം ദിവസവും വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തകർത്തു. ജനവാസ കേന്ദ്രത്തിലും കൃഷിയിടത്തിലുമെത്തിയ ആന വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് പാലക്കയം നഗറിലെ ചെറിയ ചൈരന്റെ വീട്ടുമുറ്റത്തെത്തിയ മോഴയാന ബൈക്ക് തകർത്തത്. ചെറിയ ചൈരന്റെ മരുമകന്റെ ബൈക്കാണ് ആന തകർത്തത്. വ്യാപകമായി കൃഷിയും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഇതേ മോഴയാന എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ഊരുമൂപ്പൻ പാലക്കയം കൃഷ്ണൻകുട്ടിയുടെ വീട്ടുമുറ്റത്താണ് കഴിഞ്ഞ ദിവസം ഇതേ മോഴയാന എത്തിയത്. മുതുവാൻ കാട്ടുനായ്ക്ക വിഭാഗങ്ങളിലായി 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പാലക്കയം നഗറിലാണ് കാട്ടാന ഭീതി വിതയ്ക്കുന്നത്. ആനപ്പേടി മൂലം കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് ചെറിയ ചൈരൻ പറഞ്ഞു. ഞാനിവിടെ ഈ ചെറിയ കുട്ടികൾ മക്കളും പോയി വന്നാൽ ഇവിടെ ഒന്ന് അന്തിയുറങ്ങാൻ പോലും പറ്റുന്നില്ല. ആന വെച്ചിട്ടും ഔട്ടും വന്ന് നഷ്ടം കാറ്റി പോകുന്നത് പോട്ടെ, ഇവിടെ കുടിയിലൊന്ന് കിടക്കാൻ പോലും ഒരു സുഖമില്ല. പേടിച്ചിട്ട് ചെറിയ മക്കൾ 2-3 പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊന്നില്ല, അപ്പുറത്ത് കാരണവരെ പോലെ കയറി ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിൽ കയറി. ഇന്ന് വാഴ കുല കളഞ്ഞ്, അത് കഴിഞ്ഞ് വന്ന് വണ്ടി കളഞ്ഞ് കവുങ്ങിൽ കയറി, കവുങ്ങം കളഞ്ഞ് കുറേ. പിന്നെ ഇത് കശുമാവും കുറച്ച് കളഞ്ഞ് 2-3 അതും കളഞ്ഞ്. അതൊക്കെ തന്നെ എനിക്ക് ആകെയുള്ള വരുമാനം തന്നെ അതേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് കാന വന്ന് വീട്ടിലും കയറില്ല. കമ്പി പൊളിച്ച് കുറച്ച് കമ്പി ഇട്ട് വെച്ചിരുന്നു. അതൊക്കെ പൊളിച്ചാണ് ആന പോയത്. ഞാനെങ്ങനെയാണ് ഇവിടെ കുട്ടികളെ വെച്ച് കുത്തിരിക്കുക? പതിറ്റാണ്ടുകളായി ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഇപ്പോൾ കാട്ടാന ഭീതിയിലാണ് കഴിയുന്നത്. കൃഷിയിടങ്ങളിലെ പ്ലാവുകളിലുള്ള ചക്ക പറിക്കാനാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്നത്. കേരള വിഷൻ, നിലമ്പൂർ.